കാസ്റ്റിംഗ് കോളിനൊക്കെ? ഇല്ല, ഞാൻ ഓഡിഷൻസ് അധികം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നായിരുന്നു എൻ്റെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷോർട്ട് ഫിലിംസും ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓട്ടത്തിലായിരുന്നു ഞാൻ കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം സൈക്കോളജിക്കൽ മൂവ് അല്ല, അങ്ങനെയല്ല, അത് ഇഷ്ടമാണല്ലോ. ഓഡിഷനിലേക്ക് അതൊരു ലക്കാണ് ശരിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ എക്സ്പീരിയൻസും എല്ലാവരുടെ എക്സ്പീരിയൻസ് വെച്ചാൽ ഓഡിഷൻ ലക്കാണ്. ആ സമയത്ത് അവരിരിക്കുന്ന മൈൻഡ് സെറ്റ് തൊട്ട് അവർ കാണുന്ന കാര്യങ്ങൾ തൊട്ട് എല്ലാം ഒരു പെർഫോമൻസ്, ആ സമയത്തെ എനർജി, നമ്മുടെ എല്ലാ അടിസ്ഥാനം. പക്ഷേ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്ലാൻഡ്. നമുക്ക് നന്നായിട്ട് പോർട്ട്ഫോളിയോ ആണ്, നമുക്ക് ആർക്ക് വേണം അയച്ചു കൊടുക്കാം, ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആണത്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ്. പിന്നെ ബേസിലേട്ടൻ എൻ്റെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് പ്രിയംവദ കാതരയാണോ ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്ന സമയം. അപ്പം എനിക്ക് അത് കഴിഞ്ഞ് കുഞ്ഞിരാമനൊക്കെ ചെയ്തു. അപ്പം ബേസിലേട്ടൻ ഷോർട്ട് ഫിലിം ത്രൂ അങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്കും അത് ഇൻസ്പിറേഷൻ. ഞാൻ അന്ന് ബേസിലേട്ടൻ മെസ്സേജ് ഇട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ എനിക്ക് സിനിമയിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ ബേസിലേട്ടൻ അപ്പോൾ റിപ്ലൈ വന്നിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ചുമ്മാ കളിയാക്കി.